പ്രതിനായക വേഷത്തിൽ ഞെട്ടിക്കാൻ മമ്മൂക്ക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ. വലിയൊരു ബ്രേക്കിന് ശേഷമാണ് മമ്മൂട്ടി നായകനായിട്ട് ഒരു ചിത്രം തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. ലാസ്റ്റ് ഇറങ്ങിയ 2 ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തവണ കളി നിന്ന് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് മമ്മൂക്ക. നായകനായിട്ടല്ല, മറിച്ച് പ്രതിനായക വേഷത്തിലാണ് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക വരുന്നത്. എന്തൊക്കെയാണ് മമ്മൂക്കയുടെ പേരിൽ അറിയപ്പെടുന്ന ചിത്രത്തിൽ നായകനായിട്ട് വിനായകൻ എത്തുന്നു. എന്തൊക്കെയാണ് ഈ ഒരു മാറ്റം ചിത്രത്തിൽ എത്രത്തോളം ഹൈപ്പ് ഉയർത്തുന്നതാണ് സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ തന്നെയാണ് മമ്മൂട്ടി കമ്പനി ഒരുക്കിയിരിക്കുന്നത്. ഇതുവരെ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വന്ന ഒരു സിനിമയ്ക്കും ഇത്രയധികം പ്രൊമോഷനും പരിപാടികളൊന്നും ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. മമ്മൂട്ടി, വിനായകൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജിതിൻ കെ ജോസ് ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് കളങ്കാവൽ. ക്രൈം ത്രില്ലർ സ്വഭാവമുള്ള ചിത്രത്തിന് സംവിധായകനായിട്ടുള്ള ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഒട്ടേറെ പുതുമയാർന്ന ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമാണ്. വേഫാർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണത്തിലെത്തിച്ചിരിക്കുന്നത്. പല കാര്യങ്ങളായി പല സ്ഥലങ്ങളിൽ നടന്ന സമൂഹത്തെ വിറപ്പിച്ച ചില സംഭവങ്ങളിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് ഒരുക്കിയ സാങ്കല്പിക കഥയാണ് ഈ ഒരു ചിത്രം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെയോ ദേശത്തിൻ്റെയോ കഥയെ ചിത്രത്തിനെ കാണാൻ കഴിയില്ലെന്നും തിരക്കഥാകൃത്തുക്കൾ പറയുന്നുണ്ട്. കളങ്കാവൽ എന്ന ടൈറ്റിലിൽ തന്നെ മിത്തും യാഥാർത്ഥ്യമുണ്ട്. രൗദ്ര സ്വഭാവമുള്ള പ്രതിഷ്ഠകളെ ആവാഹിക്കുന്ന തെക്കൻ തിരുവിതാംകൂറിലെ ഉത്സവ ചടങ്ങാണ് കളങ്കാവൽ. കളത്തിൽ ദേവി അസുരെ തിരഞ്ഞുപിടിച്ച് നിഗ്രഹിക്കുന്ന പ്രതീകാത്മകമായ ചടങ്ങാണിത്. തിന്മയുടെ മേൽ നന്മയുടെ പോരാട്ടം ഇതെല്ലാം ചിത്രത്തിലും ലയിപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ ദേവാസുരന്മാർ ആരൊക്കെയെന്നറിയാൻ വേണ്ടി പ്രേക്ഷകർ തിയേറ്ററിൽ കാത്തിരുന്നതിനെ കാണേണ്ടി വരും. ഡിസംബർ 5-ാം തീയതി വരെ. ചിത്രം ഈ വരുന്ന ഡിസംബർ 5-ാം തീയതിയാണ് വേൾഡ് വൈഡായിട്ട് തിയേറ്ററിലോട്ടെത്താൻ പോകുന്നത്. ഒരുപാട് നാളായിട്ട് ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു. പലതവണ റിലീസ് മാറ്റിയ ചിത്രം ലാസ്റ്റ് നവംബർ 27-ന് തിയേറ്ററിലോട്ട് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് നീട്ടിവെക്കുകയായിരുന്നു. ഇപ്പോൾ ഡിസംബർ 25-ന് ചിത്രം തിയേറ്ററിലോട്ട് എത്താൻ പോവുകയാണ്. അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. സാധാരണ ഒരു മമ്മൂട്ടി ചിത്രത്തിന് ലഭിക്കുന്നതിന് മികച്ചൊരു അഡ്വാൻസ് ബുക്കിംഗ് സ്വീകാര്യത തന്നെയാണ് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ഇപ്പോൾ ലഭ്യം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ചിത്രത്തിന്റെ പുറത്തു വന്ന റിലീസ് ടീസറിനും മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മമ്മൂക്കനെ വില്ലൻ വേഷത്തിൽ കാണുമ്പോൾ പ്രേക്ഷകർ എത്രത്തോളം സ്വീകരിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ഡിസംബർ 5-നായിട്ട്. അപ്പം നിങ്ങൾ ആരൊക്കെയാണ് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.